നിങ്ങൾ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആദ്യം ചെരിപ്പൂരി ഒന്ന് അടിക്കുക, പിന്നീട് പറയുക എന്ന് പറഞ്ഞത് ബർണാഡ് ഷായാണ്. അപ്പോ ചില സമയത്ത് നിങ്ങൾക്ക് ഓവർ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതിനെ അതിശയോക്തിയെന്നും പത്രത്തിന്റെ ഭാഷയിൽ വെണ്ടയ്ക്ക എന്നുമാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങളൊരു കാര്യം വെണ്ടയ്ക്കയിൽ എഴുതുന്നത്? അതിശയോക്തി കലർത്തി എഴുതുന്നു. അതിശയോക്തി കലർത്തി എഴുതുന്നത് അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയാനാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു കളർ പെൻസിൽ എടുത്തിട്ട് ഒരു പ്രത്യേക വരയ്ക്കുന്നത് ശ്രദ്ധിക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള മാർഗം രൂക്ഷമായി പറയുകയും ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള മാർഗം പതുക്കെ പറയുകയും എന്ന് നമ്മുടെ ഒരു പഴയ നിരൂപം പറഞ്ഞു. കാരണം when everything fails, Shakespeare calls for silence. It is stronger than music എന്ന് പറയാം. ചില സമയത്ത് മിണ്ടാതിരിക്കുകയാണ് നല്ലത്, ചില സമയത്ത് ഉച്ചത്തിൽ പറയുകയാണ് നല്ലത്, ആവുന്നത്ര ഉച്ചത്തിൽ. മൈക്കോയിസ്കിയുടെ പ്രയോഗമാണ്.